ഇത് ഒരു വർഷമായിട്ട് ഞങ്ങൾ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ്. കഴിഞ്ഞ വർഷത്തെ അവൻ്റെ ബർത്ത്ഡേയുടെ അന്ന് മുതൽ പൈസ ഇട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. എല്ലാ വർഷവും അങ്ങനെ ചെയ്യാറുണ്ട്. ഒരു ബൂസ്റ്റ് കുപ്പി നിറച്ചിട്ട് വെച്ച പൈസ കേട്ടോ. ചില്ലറ പൈസ കിട്ടണത് എനിക്കായാലും ഹസ്ബൻഡിനായാലും പിന്നെ മോനാരെങ്കിലും കൊടുക്കണത് അല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ കിട്ടണത് പിന്നെ എൻ്റെ അപ്പച്ചൻ കൊടുക്കണ പൈസ അങ്ങനെ എല്ലാതും കൂടി ഇട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ചില്ലറ പൈസകളായിട്ട് കയ്യിൽ കിട്ടണത്, കടയിൽ നിന്ന് പോയിട്ട് കിട്ടണത്, ബാക്കിയുള്ളത് എല്ലാതും ഉണ്ട് ഇതിൽ. ഇത് എത്ര ഉണ്ടെന്ന് അറിയില്ല. ഈ പൈസ കിട്ടുന്നതുകൊണ്ടാണ് അതിൻ്റെ ബർത്ത്ഡേയുടെ കാര്യങ്ങൾ ചെയ്യുക. അതായത് കേക്ക് വാങ്ങണത്, അതിൻ്റെ ബലൂൺസ് വാങ്ങണത്, പിന്നെ ഡ്രസ്സ് വാങ്ങണത്, എന്തായാലും അത്യാവശ്യം എമൗണ്ട് കാണണം. അപ്പോൾ അവൻ തന്നെയാണ് കേട്ടോ അത് ഇൻട്രസ്റ്റ് എടുത്തിട്ട് എണ്ണാനായിട്ടിരിക്കണം. അയാൾ കുറേ ദിവസമായി എണ്ണാനായിട്ട് ഇരുന്ന് തുടങ്ങിയിട്ട്. പക്ഷേ ചെറിയ ഉണ്ണി ഉറങ്ങാത്ത കാരണം ഒറ്റ ദിവസം പറ്റില്ല. ഇന്നിപ്പോൾ എന്തുണ്ടായി, അവ നല്ല ഉറങ്ങിയെന്ന് വിചാരിച്ച് ഞങ്ങൾ എണ്ണാനെടുത്തതാണ്. അപ്പോൾ എന്നെ തണുക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ചെറിയ പനിക്കുണ്ട്. അപ്പോൾ തണുക്കണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മൂടി പൊതിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ചെറിയ ഉണ്ണി ഇതായപ്പുറത്ത് എണീറ്റിരിക്കുന്നുണ്ട് കേട്ടോ. അവൻ്റെ ഉറക്കം കഴിഞ്ഞു. ഞങ്ങൾ അവനറിയാതെ എണ്ണാന്ന് വിചാരിച്ചതാ, നടന്നില്ല. ഇനി ഇവനിരുന്ന് തന്നെ കേട്ടോ. അവന് എല്ലാം അറിയാം, കോയിൻസൊക്കെ അറിയാം. അപ്പോൾ 1, 2, 5, 10, 20 അത്രയും കോയിൻസാണ് ഉള്ളത്. ഏറ്റവും കൂടുതലുണ്ടാവുക ഗോൾഡ് കളറായിരിക്കും. അതായത് 10ഉം 20ഉം 5ൻ്റെയാണ് കൂടുതൽ. അപ്പോൾ ഇത് എണ്ണീറ്റ് മാറ്റി വയ്ക്കും. 5, 1, 2, 10, 20 എന്നിട്ട് അത് എത്ര ഉണ്ടെന്ന് ടോട്ടൽ എമൗണ്ട് നോക്കിയതിന് ശേഷം ഞങ്ങളുടെ അടുത്തുള്ള ഒരു ജോസഫേട്ടൻ്റെ കടയുണ്ട്, അവിടെ കൊടുത്തിട്ട് നോട്ടാക്കും. ഒന്നെങ്കിൽ അത് നോട്ടാക്കി മാറ്റും, അല്ലെങ്കിൽ അവിടെ നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ പൈസയ്ക്കായിട്ട് അവിടെ കൊടുക്കും. എന്തായാലും ഇത് എത്ര എമൗണ്ട് ഉണ്ടോ ആ എമൗണ്ട് എടുത്തിട്ടായിരിക്കും നമ്മൾ ബർത്ത്ഡേക്ക് വേണ്ട പരിപാടി ചെയ്യുക. ബർത്ത്ഡേ 26-ാം തീയതി കേട്ടോ. ഇപ്രാവശ്യം എണ്ണൽ ഇത്തിരി നേരത്തെ ആയിപ്പോയി, സാവകാശം കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ടേ. പക്ഷെ വിചാരിച്ച ആളിപ്പോൾ എണീറ്റ് ഇവിടെ ഇരിപ്പായി. അപ്പോൾ അവൻ തന്നെ അവന് എണ്ണിയെല്ലാം മാറ്റിയിരിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ കൗണ്ടിങ് ഞാൻ ചെയ്യും. ഇപ്പോഴത്തെ കൗണ്ടിങ്ങൊക്കെ അവൻ്റെ ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷം. അവരിൽ ഒരു സമ്പാദ്യശീലം അല്ലെങ്കിൽ പൈസ വെറുതെ കളയുക അങ്ങനത്തെ ഒരു ചിന്തയൊന്നും ഇല്ലാണ്ടിരിക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു കുപ്പിയിൽ പിന്നെ ഞാനിടയ്ക്ക് എടുക്കാറുണ്ട് കേട്ടോ. നമുക്ക് തിരിച്ച് വെക്കുന്നു മാത്രം പൈസ. നമ്മൾ കയ്യിലെന്തെങ്കിലും പൈസയുടെ ഒരു ഷോർട്ടേജ് അല്ലെങ്കിൽ ചില്ലറ പൈസയുടെ ഒരു അത്യാവശ്യം വരൊക്കെ ആണെങ്കിൽ ഇത് എടുക്കും. പക്ഷേ തിരിച്ചെത്ര എടുത്താന്ന് വെച്ചാൽ അതുപോലെ തന്നെ അതിലിട്ട് വയ്ക്കാറുണ്ട്. മാക്സിമം ഞാൻ എടുക്കാറില്ല, തീരെ പറ്റാതാകുമ്പോൾ. എനിക്ക് പരിപാടി ഉണ്ടാകുന്നു അങ്ങനെ കാശും കൊടുക്കൽ പൈസ ഇട്ടേക്കുന്ന പരിപാടിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്താ കാര്യം, ഒരു കാര്യമില്ല. 4 ദിവസം ഇട്ടേക്കും, 5-ാം ദിവസം മൊത്തം കുത്തി തുറന്നെടുത്തിട്ട് കൊണ്ടുപോകും പൈസ. പല ഐഡിയ ഉപയോഗിച്ചിട്ട് പൈസ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഓർമ്മയിൽ ഞങ്ങളുടെ വീട്ടിൽ ആദ്യത്തെ കാശും കൂടെ മേടിക്കുന്നത് നമ്മുടെ താറാവിൻ്റെ ഷേപ്പുള്ള മണ്ണിൻ്റെ കാശും മേടിക്കായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഫുള്ള് നിറഞ്ഞു കഴിയുമ്പോൾ പൊട്ടിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. പക്ഷെ അത് പൊട്ടിക്കാണ്ട് എടുക്കാനുള്ള ട്രിക്കൊക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മുടെ തല ചീകണ ചീപ്പുണ്ടല്ലോ, ആ ചീർപ്പ് വെച്ചിട്ട് സ്കെയിൽ വെച്ചിട്ടൊക്കെ ഞങ്ങൾ കോയിൻസ് എടുത്തിട്ടുണ്ട്. അപ്പച്ചനെ അറിയാണ്ടിരിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ കുറേ ഐഡിയാസൊക്കെ ഉണ്ടായിരുന്നു കയ്യിൽ. അങ്ങനത്തെ ചെറിയ ഇതിട്ടാ 1 രൂപ 2 രൂപ കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. പിന്നെ നമ്മളായിട്ട് അങ്ങനെ സേവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് 10 ദിവസം എടുത്ത് വെച്ചാൽ പിന്നത്തെ ദിവസം അത് എടുത്തിരിക്കും. അതിലിരിക്കില്ല പൈസ. നോട്ടിന് എടുത്ത് വെച്ചാൽ ഇരിക്കില്ല, നോട്ടും ഇരിക്കില്ല, ചില്ലറ ഇരിക്കില്ല, ഒന്നും ഇരിക്കില്ല. പക്ഷെ ഇത് മോൻ്റെ പേരിൽ തുടങ്ങിയത് കൊണ്ടായിരിക്കണം ഇത്ര നാൾ നിന്നത്. അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ വല്ലാണ്ട് പ്രശ്നങ്ങൾ പറ്റിയിട്ടില്ല. ചില്ലറ പൈസ ആയിട്ട് എവിടെ നിന്ന് കിട്ടിയാലും അതങ്ങനെ തന്നെ ഇതിൽ കൊണ്ടുവന്ന് ഇടും. അങ്ങനെ ചെയ്യാം. ആ ഒരു ബൂസ്റ്റിൻ്റെ കുപ്പിയായിരുന്നേ. അപ്പം അത് ഫുള്ള് നിറയണ അത്രയ്ക്കായി. ഇനി ഉണ്ടൊരു 5-8 ദിവസം കൂടി ഉണ്ട് ബർത്ത്ഡേക്ക്. എന്നാലും ഞാനിപ്പോൾ എണ്ണണതാണ്. എന്നാലാണല്ലോ നമുക്ക് മുൻകൂട്ടി സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഇത് ഇല്ലുമ്പോൾ മാത്രമല്ല കേട്ടോ, നമ്മൾ അവർക്ക് ഒരു എയിം കൊടുക്കുന്ന മക്കൾക്ക് ഒരു വർഷത്തേക്കുള്ള പൈസ ഇട്ട് വയ്ക്കുന്നതാണ്. അത് ബർത്ത്ഡേയിൽ എന്നാണ് ഓപ്പൺ ചെയ്യുള്ളൂ അന്നത്തേക്കുള്ള ഡ്രസ്സ് വാങ്ങാനായാലും കേക്കിനായാലും ഇനി വല്ല കളിപ്പാട്ടം മേടിക്കാൻ എന്തിനാണെങ്കിലും അതിലത്തെ പൈസ അതിൽ എത്ര ഉണ്ടെങ്കിലും. ഇതല്ലാതെ നമ്മൾ ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടോ വേറെ കാര്യങ്ങൾ. വേറെ ആർക്കെങ്കിലും പൈസ കൊടുക്കാൻ അതേമാതിരി സ്കൂളിലേക്ക് നമ്മൾ കഴിഞ്ഞ വർഷം സ്കൂളിൽ ഇങ്ങനെ വേണ്ടതിന് മിഠായി ഒന്നും കൊടുക്കരുത്. അപ്പോൾ അതിന് പകരം അവരുടെ ഉച്ചഭക്ഷണത്തിലേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ കൊടുത്താൽ മതി. അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു.
പക്ഷേ ഈ വർഷം പിന്നെ ഓണത്തിൻ്റെ അന്നാണ് ബർത്ത്ഡേ 26-ാം തീയതി. അതുകൊണ്ട് കൊച്ചിന് ബർത്ത്ഡേ സെലിബ്രേഷൻ സ്കൂളിലത്തെ മിസ്സായി. അവിടെ വേറെ സെലിബ്രേഷനൊന്നും ഇല്ല കേട്ടോ. ഒരു ഹാപ്പി ബർത്ത്ഡേ കിട്ടും, പിന്നെ ടീച്ചേഴ്സ് വിഷ് ചെയ്യും, ഒരു തൊപ്പി കൊടുക്കും, അങ്ങനത്തെ കുറച്ച് പരിപാടി. അവർക്കതൊക്കെയാണല്ലോ ഏറ്റവും വലുത്. അപ്പോൾ അത് 26-ാം തീയതി മിസ്സായി. ഓണാണെന്ന്. എന്നാലും ഇതൊരു സന്തോഷം. അപ്പോൾ ഇതിങ്ങനെ നടക്കട്ടെ. ഇത് എത്ര ഉണ്ടെന്ന് എണ്ണീറ്റ് പറയാവേ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ കോയിൻസ്. 2 ഉണ്ട്, 1 ഉണ്ട്, 10 കോയിൻസ്. അതപ്പോഴത്തേനും കുഞ്ഞിക്കൈ വന്നവിടെ. നമ്മൾ ഇങ്ങനെ പേടിച്ചിട്ടാണ് ഇത്ര ദിവസം ഞാൻ എടുക്കാനുള്ളത്. ഉറങ്ങി വിചാരിച്ചിട്ട് എടുത്തപ്പോൾ എണീറ്റ്. ഇത് 10 കോയിൻസ്, ഇത് 1 കോയിൻസ്, ഇത് 5. വളരെ കുറച്ചുള്ള കേട്ടോ ഗോൾഡ് അല്ലാത്ത കോയിൻസ്. പിന്നെ ഇത് 20 കോയിൻസ്. ഇത്രയും ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. 20 കോയിൻസ് കുറച്ചധികം ഉണ്ട്. ഇനി ഇതിൽ 1, 2, 3 തിരഞ്ഞെടുക്കാനും കേട്ടോ. വേഗം 10ഉം 5ഒക്കെ വേഗം ഞാൻ തിരഞ്ഞെടുത്തു, എളുപ്പമുള്ളത്. ഇനി ബാക്കിയും കൂടെ എടുത്തിട്ട് പറയാം. അപ്പോഴേക്കും എൻ്റെ മകൻ എല്ലാം റെഡിയാക്കുന്നുണ്ട്.